ഓ ഹായ് ഓൾ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ ഒരു വ്ളോഗാണ് കേട്ടോ. കുറച്ച് റെസിപ്പീസൊക്കെ കാണിക്കുന്നുണ്ട്, പിന്നെ നോമ്പ് തുറൻ്റെ കുറച്ച് വിശേഷങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെ ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു വീഡിയോ ആയിരിക്കും. അപ്പോൾ വീഡിയോ ഇഷ്ടമാവുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായാലും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ രാവിലെ തന്നെ ഞാനിന്ന് കുറച്ച് ക്ലീനിങ്ങിലൊക്കെ ആയിരുന്നു കേട്ടോ. അപ്പോൾ ഫസ്റ്റൊന്നും ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല, പക്ഷേ പിന്നെ വിചാരിച്ചു ഏതായാലും കുറച്ചൊക്കെ ഒന്ന് ഷൂട്ട് ചെയ്ത് വെക്കാമെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ നമ്മുടെ ഫ്ലവർ വൈസ് കാര്യങ്ങളൊക്കെ ഒന്ന് എടുത്തിട്ടുണ്ട്. അതിലൊക്കെ നല്ലോണം പൊടി പിടിച്ചിട്ടുണ്ട്. നല്ലോണം എന്ന് പറഞ്ഞാൽ ഭയങ്കര പൊടിയാണ് കേട്ടോ ഓരോ ലീഫിലും. അപ്പോൾ അതൊക്കെ ഓരോന്നായിട്ട് എടുത്ത് ഇന്ന് വാഷ് ചെയ്യായിരുന്നു. വാഷ് ചെയ്ത് കുറച്ച് കഴിഞ്ഞപ്പോഴാണ് ഞാൻ വിചാരിച്ചു ബാക്കിയുള്ളതും കൂടെ ഷൂട്ട് ചെയ്യാമെന്ന് പറഞ്ഞിട്ട്. നമ്മുടെ റൂമിൽ അത്യാവശ്യം പണികളൊക്കെ കഴിഞ്ഞിട്ടുണ്ടല്ലോ. ഇപ്പോഴും വീട്ടിൽ ഓരോ പണികൾ നടക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെയും കൂടെ പൊടികളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ എല്ലാ ഫ്ലവർ വൈസ് കാര്യങ്ങളൊക്കെ ഇതുപോലെ വാഷ് ചെയ്തിട്ട് ഞാനൊന്ന് പുറത്തൊക്കെ കൊണ്ടുപോയിട്ട് ഉണക്കാൻ വെച്ചു. പിന്നെ അപ്പുറത്തെ റൂമിൽ നിന്ന് കുറച്ച് ഫ്ലവർ വൈസ് കാര്യങ്ങളൊക്കെ എടുത്തു. കുഞ്ഞത് ഫ്ലവേഴ്സ് നമ്മുടെ അതും ഒന്ന് ജസ്റ്റ് ഒന്ന് വാഷ് ചെയ്തു. എന്നിട്ട് ഒക്കെ ഒന്ന് അറേഞ്ച് ചെയ്ത് വെക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. ഓരോ റൂമായിട്ട് ഇങ്ങനെ ടൈം കിട്ടുന്ന സമയത്ത് ഇങ്ങനെ കുറേശ്ശായിട്ട് ഞാനിങ്ങനെ ഓരോന്ന് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഏറ്റവും കൂടുതൽ സ്ട്രെസ് അടിക്കുമ്പോഴായിരിക്കും നമ്മൾ ഈ ലേഡീസ് ആ സ്ട്രെസ്സിനെ ഡൈവേർട്ട് ചെയ്ത് വിടാൻ വേണ്ടിയിട്ട് നമ്മൾ കൂടുതൽ ഈ പണികളൊക്കെ ചെയ്യും എന്നുള്ളത് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടാവും. പക്ഷേ ആക്ച്വലി ഇതൊരു സൈക്കോളജിക്കൽ ഫാക്റ്റ് തന്നെയാണ്. നമ്മുടെ മൈൻഡ് ഡൈവേർട്ട് ചെയ്യാനും വേണ്ടിയിട്ട് ഇതുപോലെയുള്ള കൂടുതൽ ക്ലീനിങ്ങിലേക്കൊക്കെ ഇറങ്ങുന്നത് മൈൻഡ് സ്ട്രെസ് കൊണ്ട് ഇങ്ങനെ ബേസ്റ്റായിട്ട് നിൽക്കുന്ന സമയത്തായിരിക്കും കേട്ടോ. അങ്ങനെ ഞാൻ ഇപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഈ ക്ലീനിങ് പരിപാടികളിലൊക്കെയാണ് ഇറങ്ങുന്നത്. ഇത് ആക്ച്വലി കുറേ ദിവസങ്ങൾക്ക് മുമ്പ് ഞാൻ ഷൂട്ട് ചെയ്ത് വെച്ചിരുന്നതാണ്. നിങ്ങൾ കാണുന്ന ദിവസമൊന്നുമല്ല കേട്ടോ. അങ്ങനെ മിക്കവാറും ഒരാഴ്ചയൊക്കെ കഴിഞ്ഞിട്ടായിരിക്കും ഓരോ വീഡിയോയും പോസ്റ്റ് ചെയ്യുന്നത്. അങ്ങനെ നമ്മുടെ ഈ ഒരു സെക്ഷൻ നമ്മളിതേ ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഈ ഡോൾ എനിക്ക് പേഴ്സണൽ ഫേവറേറ്റ് ആയിട്ടുള്ളൊരു ഡോളാണ് കേട്ടോ. അത് ഞാനൊരു എയർപോർട്ടിൽ നിന്ന് വാങ്ങിച്ചതാണ്. പിന്നെ ഇത് വന്നിട്ട് ഈ ഇടയ്ക്ക് വാങ്ങിച്ച 2 ബാസ്ക്കറ്റാണ്. പിന്നെ ഇത് നമ്മുടെ സിംഗപ്പൂർത്തെ പൈസയാണെന്ന് തോന്നുന്നു. അപ്പോൾ അങ്ങനത്തെ കുറച്ച് സാധനങ്ങൾ, കുറച്ച് സ്കിൻ കെയർ പ്രോഡക്ട്സ് എല്ലാം അതുപോലെ ഇങ്ങനെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ ഒരു ഭാഗം കംപ്ലീറ്റ് പെയിൻ്റൊക്കെ അടിച്ച് കഴിയുമ്പോൾ നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ. പിന്നെ ഇത് എനിക്ക് പ്രൊമോഷൻ റിലേറ്റഡ് ഇങ്ങനെ വരുന്ന പ്രോഡക്ട്സ് കാര്യങ്ങളൊക്കെ സൂക്ഷിക്കുന്നത് ഈ ഒരു ഭാഗത്താണ്. പിന്നെ നമ്മുടെ ഇപ്പോൾ കേടുവന്ന ക്യാമറയാണ് നിങ്ങളെ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ആ ക്യാമറയിലായിരുന്നു ഇത്രയും ദിവസം ഇതിനു മുമ്പ് ഒരു 2 മാസങ്ങൾക്ക് മുമ്പ് ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ റൂമിൻ്റെ ഒരു ഫൈനൽ ലുക്ക് വരുന്നത്. ഇനിയും കുറേ കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട്. കർട്ടൻസ് ഇടണം, അങ്ങനെ കുറേ പരിപാടി. പക്ഷെ എല്ലാം കൂടെ നമുക്ക് ഒന്നിച്ച് നടക്കില്ല. അപ്പോൾ മെല്ലെ മെല്ലെ ഓരോന്നായിട്ട് ഇങ്ങനെ ചെയ്തുകൊണ്ട് വരാണ് കേട്ടോ. കണ്ടില്ലേ റൂം എങ്ങനെയുണ്ട് എന്നുള്ളത് ഒന്ന് പറയണേ. നിങ്ങളുടെ അഭിപ്രായം കേൾക്കുമ്പോൾ എനിക്കും മനസ്സിനൊരു സമാധാനം. പിന്നെ നമ്മുടെ റണക്കുട്ടിക്ക് ബോർഡ് എക്സാം നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഹാളിലാണ് കേട്ടോ അവൾ പഠിക്കുന്നത്. പിന്നെ നമ്മുടെ ഷൂട്ടിങ് കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ടുള്ള നമ്മുടെ ഈ ഒരു കിച്ചൺ ഈ ഭാഗത്താണ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്. അപ്പോൾ കുറേ ദിവസങ്ങൾക്ക് മുമ്പ് ഞാൻ ഇൻഡസ് വാലിയിൽ നിന്ന് കുറച്ച് കാസ്റ്റ് അയൺ പാത്രങ്ങളൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അതേതായാലും ഈ ഒരു വീഡിയോയിൽ നിങ്ങൾക്കും കൂടെ കാണിക്കാമെന്ന് വിചാരിച്ചു. ഉപയോഗിക്കാണ്ട് ഇങ്ങനെ എടുത്ത് വെച്ചിരിക്കുകയല്ലേ. എൻ്റെ കിച്ചണിൽ മോസ്റ്റ് ഓഫ് കുക്കിംഗ് പാന് കാര്യങ്ങൾ സ്റ്റീലിൻ്റെ ഒക്കെ അതുപോലെ കാസ്റ്റ് അയണിൻ്റെ ഒക്കെ ഇൻഡസ് വാലി ബ്രാൻഡിൻ്റെ തന്നെ ആയിരിക്കും. എനിക്ക് എൻ്റെ മോസ്റ്റ് ഫേവറേറ്റ് ബ്രാൻഡാണ് കേട്ടോ ഇൻഡസ് വാലി. നല്ല അടിപൊളി ക്വാളിറ്റി ഉള്ള പാത്രങ്ങളൊക്കെയാണ് കേട്ടോ ഇവരിൽ ഉണ്ടാവുന്നത്. ഒരുപാട് പാത്രങ്ങളുടെ വെറൈറ്റീസ് ഉണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ എടുത്തിട്ടുള്ളത് കാസ്റ്റ് അയണിൻ്റെ കുക്ക് വെയർ സെറ്റാണ്. ഒരു എന്തൊക്കെ എടുത്തിട്ടുള്ളത് എന്നുള്ളത് കാണിക്കാം കേട്ടോ. അപ്പോൾ അവരുടെ ഈ ഒരു പാക്കേജിങ് അടിപൊളിയാണ്. ഒന്നും തന്നെ ഡാമേജ് ഇല്ലാതെ നല്ല രീതിക്കാണ് വരുന്നത്. ഇതുപോലെയുള്ളൊരു കാറ്റലോഗ് ഉണ്ടാവും. പിന്നെ ഒരു താങ്ക് യു കാർഡ് ഉണ്ടായിരുന്നു. പിന്നെ ഇൻഡസ് വാലിൻ്റെ ഈ ഒരു കാർഡും കൂടി ഉണ്ടായിരുന്നു. ഇനി നമുക്ക് പാത്രങ്ങൾ നോക്കാം. ഫസ്റ്റ് ഞാൻ എടുത്തിട്ടുള്ളത് ഒരു തവയാണ്. 25.7 സെൻറ്റിമീറ്റർ ഉള്ളതാണ് കേട്ടോ. അതിൻ്റെ കൂടെ തന്നെ ഒരു കടായി വരുന്നുണ്ട്, ഫ്രൈ പാൻ വരുന്നുണ്ട്. ഇതെല്ലാം തന്നെ പ്രീ സീസൺഡാണ്. പിന്നെ ഈ ഒരു പാത്രം ഇതിൻ്റെ കൂടെ ഫ്രീ ആയിട്ട് വരുന്നതാണ് കേട്ടോ, ഒരു തട്ക പാന്. ഈ ഒരു പാത്രങ്ങളെല്ലാം തന്നെ പ്രീ സീസൺഡാണ്, പ്യുവർ ആയിട്ടുള്ളതാണ്. പൊതുവേ നമുക്ക് കാസ്റ്റ് അയണിൽ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ കുറേ കാലത്തിന് പിന്നെ പാത്രങ്ങൾ വാങ്ങണ്ട. അതേപോലെ ഹെൽത്തി ആയിട്ട് കുക്ക് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് പറ്റിയൊരു ഓപ്ഷനാണ് കാസ്റ്റ് അയണിൻ്റെ പാനും തവയും എല്ലാം തന്നെ. എല്ലാ പാത്രങ്ങളും നമുക്ക് കുക്ക് ചെയ്യുമ്പോൾ ഒരു എന്താ പറയുക കെമിക്കൽസോ കാര്യങ്ങളോ ഒന്നും ആഡ് ചെയ്യാത്തപ്പോൾ
നമ്മൾ നോൺ സ്റ്റിക്കിലൊക്കെ കുക്ക് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ അടർന്ന് വരൂലേ. ഇതിൽ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല. ഇത് വന്നിട്ട് ദോശ ചുടാൻ, പിന്നെ അതുപോലെ കടായിൽ നമുക്ക് എന്താ പറയുക ചിക്കൻ പൊരിക്കാൻ, എല്ലാറ്റിനും ഒട്ടാതെ നമ്മളൊരു നോൺ സ്റ്റിക്ക് യൂസ് ചെയ്യുന്ന പോലെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ ഇവരുടെ തന്നെ വേറൊരു കടായി ഇതിനു മുമ്പ് വാങ്ങിയിട്ടുണ്ടായിരുന്നു, നിങ്ങൾ ചോദിക്കലില്ലേ, അതിലാണ് സാധാരണ കുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഒരു ദോശക്കല്ലും കൂടെ വേണമെന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇപ്പോൾ ചപ്പാത്തി ഒന്ന് ചുട്ടെടുക്കുകയാണ് കേട്ടോ അതിൽ. അപ്പോൾ നിങ്ങൾക്ക് ഈ ഇൻഡസ് വാലിയുടെ ഈ പാത്രങ്ങൾ ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ വാങ്ങാനുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ വാങ്ങുന്ന സമയത്ത് എൻ്റെ ഒരു കൂപ്പൺ കോഡായ SALHA12 എന്ന് പറയുന്ന കൂപ്പൺ കോഡ് യൂസ് ചെയ്താൽ 12% നിങ്ങൾക്ക് അതിൽ ഡിസ്കൗണ്ടും കൂടെ കിട്ടും കേട്ടോ. അപ്പോൾ ഡിസ്ക്രിപ്ഷനിൽ ചെക്ക് ചെയ്ത് നോക്ക്. ഒരുപാട് പേര് എന്നോട് ചോദിക്കുന്നുണ്ട് ഇൻഡസ് വാലിയുടെ ഈ പാത്രങ്ങൾ എങ്ങനെയാണ് വാങ്ങുക എന്നുള്ളത്. അപ്പോൾ ലിങ്ക് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇന്ന് കുട്ടികൾക്കൊരു സ്നാക്സ് ഉണ്ടാക്കുകയാണ്. നോമ്പ് സമയത്ത് അറിയാമല്ലോ നമുക്ക് ഭയങ്കര ടഫായിരിക്കും ഒരുപാട് ഇതൊക്കെ ഉണ്ടാക്കാൻ. അപ്പോൾ ഈസി ആയിട്ടുള്ളൊരു പരിപാടി ചെയ്യാണ് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ചപ്പാത്തി ഒന്ന് ഉണ്ടാക്കിയെടുത്തത്. അടുത്ത് ചുച്ചുക്കുട്ടി മിച്ചു ബേബി ഇങ്ങനെ നോക്കിയിട്ടിരിക്കുന്നുണ്ട്. ഹെയ്സ് ഒച്ചിടണമെന്ന് പറഞ്ഞിട്ട് റനക്കുട്ടി അവരെ പുറത്തൊക്കെ ആക്കിയിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ എളുപ്പപ്പണിക്കുള്ള ഒരു റെസിപ്പിയാണ് കേട്ടോ ഞാനിപ്പോൾ ഇതേ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ചപ്പാത്തിൻ്റെ ഉള്ളിൽ സ്പ്രെഡാക്കിയിട്ട് കുറച്ച് ഫ്രൂട്ട്സ് എന്തെങ്കിലും അതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ഇനിയിപ്പോൾ കറിയൊന്നും ഉണ്ടാക്കി കൊടുക്കേണ്ട ആവശ്യമില്ല. അവർ ഇഷ്ടത്തോടെ അങ്ങോട്ട് കഴിച്ചോളും. ചുച്ചുക്ക് ഇങ്ങനത്തെ ഫുഡ് കാര്യങ്ങളൊക്കെ ചുച്ചുക്കെന്ന് മാത്രമല്ല എല്ലാ മക്കൾക്കും ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. വിട്ട് 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 പോണോ, കുറച്ച് വിട്ടൊക്കെ ചിക്കൻ ബനാനയോ ചിക്കൻ റോൾ എന്ന് കേട്ടിട്ടുണ്ടാണ്. ചിക്കൻ ബനാന. ഓ അത് കണ്ടി കിട്ടിയോ, വീഡിയോയിൽ കിട്ടിയോ? ആരിപ്പുറത്ത് വിചാരം ശരി, ഓക്കെ, ഇതെടുക്കാം. ഹലോ വേണ്ട, തെറിക്കും പൂച്ചേ, വേണ്ട. ഇനി അടുത്തത് വേണ്ട. ശരിക്കും കടിക്കാതെ ആ ഭാഗം നമ്മൾ ഈ ചുരുക്കിയ ഭാഗം കൂടുതലുണ്ടോ, ഈ സൈഡിൽ നിന്ന് കടിക്കും. നല്ല കോമഡി ആയിരിക്കും കേട്ടോ. കുട്ടികളെ വെച്ചിട്ട് ഷൂട്ട് ചെയ്യുന്ന ദിവസം നമ്മൾ പറയുന്ന ചില ക്ലിപ്സൊക്കെ കിട്ടാൻ വേണ്ടിയിട്ടുള്ള എൻ്റെയും റേനക്കുട്ടീൻ്റെയും കുറച്ച് ആയാസമുള്ള കുറച്ച് കാര്യങ്ങളൊക്കെയാണ് നിങ്ങൾ കണ്ടത്. പിന്നെ അതേ ഇനിയിപ്പോൾ അത്താഴത്തിനുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ റെഡിയാക്കണം. അതിന് വേണ്ടിയിട്ട് നമ്മളിതേ നമ്മുടെ കാസ്റ്റേൻ്റെ ഈ ഒരു ഫ്രൈ പാന് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിന് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇപ്പുറത്തെ സൈഡ് ഞാനിതേ കടായും കൂടെ വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. രണ്ട് പണികളും ഏതായാലും ഒന്നിച്ചാവട്ടെ എന്ന് പറഞ്ഞിട്ട് ഒന്നിച്ചാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത്താഴത്തിന് മീൻ ആണ് പൊരിക്കുന്നത്. പൊരിച്ച് വൈകുന്നേരം തന്നെ പൊരിച്ച് വെച്ചിട്ട് പിന്നെ ആ സമയത്ത് എടുത്ത് ചൂടാക്കിയിട്ട് കഴിക്കാനാണ് കേട്ടോ. അങ്ങനെയാണ് ചെയ്തു വെക്കുക. അല്ലാന്നുണ്ടെങ്കിൽ രാത്രി ഇപ്പോൾ ചില സമയങ്ങളൊന്നും ചെയ്യാനൊന്നും പറ്റുന്നുണ്ടാവില്ല. അപ്പോൾ വൈകുന്നേരം തന്നെ എല്ലാ പണികളും എങ്ങനെ തീർത്ത് വയ്ക്കും. നമ്മൾ പിന്നെ കാസ്റ്റേൻ്റെ ഒരു പ്രത്യേകത എന്താണെന്നറിയോ, ഫസ്റ്റ് ഒന്ന് ചൂടായി കിട്ടിക്കഴിഞ്ഞാൽ ആ ചൂട് കുറേ സമയം നിൽക്കും കേട്ടോ. അതുകൊണ്ട് നമുക്ക് ഗ്യാസ് ലാഭിക്കാനൊക്കെ നല്ലൊരു ഓപ്ഷനാണ്. ഇപ്പോൾ നമ്മൾ സ്റ്റവ് നിർത്തിക്കഴിഞ്ഞാലും ഇത് ചിലപ്പോൾ തിളച്ചുകൊണ്ടിരിക്കും, ചൂടായിക്കൊണ്ടിരിക്കും. നല്ല പാത്രങ്ങളാണ് കേട്ടോ. എന്തായാലും ഒന്ന് ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ കുറേ കാലത്തിന് നമ്മുടെ മക്കളുടെ മക്കളുടെ മക്കൾ എന്ന് പറഞ്ഞ പോലെ നമുക്ക് കൈമാറി കൊടുക്കാൻ പറ്റിയ നല്ല പാത്രങ്ങളാണ്. പിന്നെ ഹെൽത്തിയും കൂടിയാണല്ലോ, പ്യുവറാണ്. പിന്നെ നമുക്കിത് ഇൻഡക്ഷൻ അടുപ്പിലും നമുക്ക് വെക്കാനായിട്ട് പറ്റും കേട്ടോ. ഫസ്റ്റത്തെ കുട്ടികളുടെ ക്ലിപ്സൊക്കെ നമ്മൾ ഒരു ഈവനിങ് ടൈമിലാണ് കേട്ടോ എടുത്തിട്ടുണ്ടായിരുന്നത്. ഇത് പിന്നെ നെക്സ്റ്റ് ഡേത്തെ കാര്യങ്ങളാണ് ഞാൻ കാണിക്കുന്നത്.
അപ്പോൾ എല്ലാം കൂടെ ഒരു ദിവസം രാവിലെ മുതൽ വൈകുന്നേരം വരെ അല്ലെങ്കിൽ രാത്രി വരെ കണ്ടിന്യൂസ് ആയിട്ടുള്ള കാര്യങ്ങളൊന്നും നമുക്ക് ഒന്നും ചെയ്യാനൊന്നും പറ്റുന്നില്ല. പിന്നെ ഇതേ റനക്കുട്ടി പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പിന്നെ ഞാൻ മിനി ഫാൻ വെച്ച് കൊടുത്തതാണ്. കാരണം ഇവിടെ ഈ ഒരു ഭാഗത്ത് അവൾ ഇരിക്കുന്ന ഭാഗത്ത് ഫാനില്ല കേട്ടോ. പിന്നെ റനക്കുട്ടി ഇല്ല ഷൂട്ട് ചെയ്യാൻ. അപ്പോൾ ഞാൻ ക്യാമറ ഇങ്ങനെ സൈഡിലൊക്കെ വെച്ചിട്ട് എനിക്ക് ബ്രൊക്കോളിയിൽ ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു റെസിപ്പി ഉണ്ടാക്കാം, പിന്നെ അത് ഇൻസ്റ്റാഗ്രാമിലും വീഡിയോ ഇടാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ തുടങ്ങിയതാണ്. അപ്പോൾ ഇനീഷ്യലി ഞാനിതിപ്പോൾ യൂട്യൂബിൽ എടുക്കണമെന്നൊന്നും വിചാരിച്ചതല്ല, നോക്കാൻ നന്നായിട്ട് വരികയാണെന്നുണ്ടെങ്കിൽ ഇടാമെന്ന് വിചാരിച്ചു. പിന്നെ നോക്കിയപ്പോൾ നല്ലൊരു റെസിപ്പിയാണ്. അപ്പോൾ ഏതായാലും ഇതിൽ ഒന്ന് ആഡ് ചെയ്തതാണ് കേട്ടോ. നമുക്കിപ്പോൾ ഒരുപാട് മസാല കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് ഭയങ്കര പണി കൂട്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യണം എന്നൊന്നുമില്ല. ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെയൊക്കെ ഒരു ടേസ്റ്റ് ആ ഒരു അതേ രീതിയിൽ നമ്മൾ കഴിക്കുന്നത് തന്നെയാണ് നമുക്ക് നല്ലതും, പിന്നെ പണിയും കുറവായിരിക്കും കേട്ടോ. അപ്പോൾ ബ്രൊക്കോളി വാങ്ങിച്ചിട്ട് കുറേ ദിവസമായിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ ഞാൻ ഇന്നും കൂടെ എടുത്തില്ല എന്നുണ്ടെങ്കിൽ നാശമായി പോവും. അപ്പോൾ ഞാൻ പിന്നെ വേഗം എന്ത് ചെയ്തു, അതിലൊരു ഹാഫ് എടുത്തിട്ട് ഒരു റെസിപ്പി ഉണ്ടാക്കാനായിട്ട് പോവാണ്. കൂടുതൽ മസാല കാര്യങ്ങളൊന്നുമില്ല, പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന പോലെ. അപ്പോഴേക്കും ഇതേ നമ്മുടെ മീനെല്ലാം നന്നായിട്ടൊന്ന് പൊരിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ സ്റ്റവ് ഓഫാക്കാനോ അല്ലെങ്കിൽ വേറെ ഓയിൽ മാറ്റാനോ പാത്രം മാറ്റാനോ ഒന്നും നിന്നില്ല. അതിൽ തന്നെ ഞാൻ ബ്രൊക്കോളിയും കൂടെ ഫ്രൈ ചെയ്ത് എടുക്കാനായിട്ട് പോവാണ്. കഴുകി വെച്ചിരിക്കുന്ന ബ്രൊക്കോളി ആ മീൻ പൊരിച്ച എണ്ണയിൽ തന്നെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അല്ലാന്നുണ്ടെങ്കിൽ ബട്ടറിലാണ് കേട്ടോ ഉണ്ടാക്കുക. അപ്പോൾ ഇതിൽ എണ്ണയുണ്ടല്ലോ, അപ്പോൾ മീനിൻ്റെ ഒരു ഇതും കൂടെ കിട്ടിക്കോട്ടെ എന്ന് വിചാരിച്ച്. അപ്പോൾ അതിലേക്ക് ഇതുപോലെ എടുത്ത് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. കൂടുതൽ മസാലയില്ല, നേരത്തെ പറഞ്ഞ പോലെ സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കാനായിട്ട് പറ്റും. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പാണ് ഇട്ട് കൊടുക്കുന്നത്. എനിക്ക് ബ്രൊക്കോളി പൊതുവെ ഭയങ്കര ഇഷ്ടമാണ്, അതിൻ്റെ ഒരു ടേസ്റ്റും കുറച്ച് ക്രിസ്പിനെസ് ആയിട്ട് കഴിക്കുകയാണെങ്കിൽ നന്നായിരിക്കും. പിന്നെ ഈ ഒരു റെഡ് കളർ വന്നിട്ട് ബെൽ പെപ്പർ ഇല്ലേ, അതിൻ്റെ പൗഡറാണ്. പിന്നെ അതിന് ശേഷം കുറച്ച് കുരുമുളക് പൊടി ഇട്ടിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് ചില്ലി ഗാർലിക് ഓയിൽ എന്ന് പറയും, അതാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത്. ഈ ഒരു റെസിപ്പിയുടെ ഏറ്റവും കൂടുതൽ ടേസ്റ്റ് ഹൈലൈറ്റ് ചെയ്യുന്നത് ഈ ഒരു ചില്ലി ഗാർലിക് ഓയിലാണ് കേട്ടോ. അതൊരു 1.5 ടീസ്പൂണോളം ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഈ ഒരു ബ്രൊക്കോളീൻ്റെ കളറില്ലേ ഒരു നല്ല ഭംഗിയുള്ള ഒരു കളറിലേക്ക് വരുമല്ലോ, അതുവരെ ഒന്ന് വെയിറ്റ് ചെയ്യണം. പിന്നെ കുറച്ച് മൊസറല്ല ചീസും ഒരു ചീസ് സ്ലൈസും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് വേണമെന്നൊന്നുമില്ല, എനിക്കും റനക്കുട്ടിക്കും അതിൻ്റെ ഒരു ടേസ്റ്റ് ഇഷ്ടമാണ്. അപ്പോൾ പിന്നെ അങ്ങനെ അത് ആഡ് ചെയ്തതാണ് കേട്ടോ. ചീസ് ഇട്ടതിന് ശേഷം മൊസറല്ല ചീസ് ഇട്ടതിന് ശേഷം ഒന്ന് മൂടി വയ്ക്കുക. അത് കഴിഞ്ഞ് അതൊന്ന് മെൽറ്റായിട്ട് വരും. ഇത് കഴിക്കാൻ സീരിയസ്ലി അടിപൊളി ടേസ്റ്റാണ്. നിങ്ങൾ എന്തെങ്കിലും ബ്രൊക്കോളി വാങ്ങുന്ന സമയത്ത് ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. ഒരു 5 മിനിറ്റിൻ്റെ ആവശ്യമുള്ളൂ. പിന്നെ അതുപോലെ കുട്ടികൾക്കും നല്ല ഇഷ്ടം ഉണ്ടാവും കേട്ടോ ഇത് കഴിക്കാനും വേണ്ടിയിട്ട്. അപ്പോൾ ട്രൈ ചെയ്തിട്ട് പറയണം കേട്ടോ. പിന്നെ അതുപോലെ ഡയറ്റൊക്കെ ഇരിക്കുന്നവർക്ക് വെയിറ്റ് ലോസൊക്കെ ചെയ്യണം, കാർബോഹൈഡ്രേറ്റൊക്കെ കുറവാക്കണം എന്നൊക്കെ ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതുപോലെ സിമ്പിളായിട്ടുള്ള എന്തെങ്കിലുമൊക്കെ വെജിറ്റബിൾസ് വെച്ചിട്ട് നമ്മൾ സിമ്പിളായിട്ട് എന്തെങ്കിലും ഉണ്ടാക്കി കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കും വലിയ റിസ്ക് ഉണ്ടാവില്ല, വെയിറ്റും നമുക്ക് കുറഞ്ഞു കിട്ടും, വിശപ്പും ഉണ്ടാവില്ല. ഈവനിങ് ടൈമൊക്കെ സ്നാക്സ് ആയിട്ടൊക്കെ ഇത് നമുക്ക് കഴിക്കാനായിട്ട് പറ്റും കേട്ടോ. പിന്നെ ഇവിടെ വീടിൻ്റെ കുറച്ച് അപ്ഡേഷൻസ് കാണിക്കാം. നമ്മളിതേ ഫ്രണ്ട് പോർഷൻ ഒരു എൽ ഷേപ്പിലൊന്ന് പെയിൻറ്റിങ് കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ ഒരു കളറ് നമ്മൾ പുറത്തൊക്കെ ചൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത് നമ്മുടെ പഴയ വീട്ടിൻ്റെ സെയിം കളർ തന്നെയാണ്, ഒരു ബേജ് ഷെയ്ഡാണ് കേട്ടോ. അതിൻ്റെ പേര് വന്നിട്ട് വിക്ടോറിയൻ ബേജ് എന്ന് അങ്ങനെ എന്തോ ആണെന്ന് തോന്നുന്നു, എനിക്ക് ഓർമ്മയില്ല. അതായിരുന്നു അവിടെ വീടിൻ്റെ ഫ്രണ്ടിൽ അടിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എനിക്ക് ആ ഒരു വൈബ് കൊണ്ടെത്തിക്കാനും വേണ്ടിയിട്ട് ആ ഒരു കളേഴ്സാണ് ഞാൻ ഇപ്പോൾ ചൂസ് ചെയ്യുന്നത്. പിന്നെ ഇന്ന് ഇത് നെക്സ്റ്റ് ഡേ ആണ് കേട്ടോ ഇത് കാണിക്കുന്നത്. അപ്പോൾ റൺകുട്ടീന്ന് അമ്മ നോമ്പ് തുറക്കാനും വേണ്ടിയിട്ട് വിളിച്ചിട്ടുണ്ടായിരുന്നു. നോമ്പ് തുറക്കാൻ വിളിച്ചാൽ വരുമോ, നിനക്ക് ടൈം ഉണ്ടാവുമോ എന്നൊക്കെ ചോദിച്ചിട്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് കുറേ സ്പെഷ്യൽ ഐറ്റംസൊക്കെ വെച്ചിട്ട് എന്നെ വിളിക്കുമോ എന്ന് ചോദിച്ചു. ഞാൻ വെറുതെ പറഞ്ഞാണ്. അപ്പോൾ അങ്ങനെ കുട്ടികൾ സ്കൂൾ വിട്ട് വന്നതും അവരൊന്ന് റെഡിയാക്കിയിട്ട് നമ്മൾ ഇന്ന് നോമ്പ് തുറക്കാനും വേണ്ടിയിട്ട് അമ്മാൻ്റെ വീട്ടിലേക്ക് പോവാണ്. നമ്മുടെ ഫസ്റ്റ് നോമ്പ് പറയാണ്, ചിലപ്പോൾ ഇതന്നെ ആയിരിക്കും ലാസ്റ്റ് നോമ്പ് പറയും, മീൻസ് എങ്ങോട്ടെങ്കിലും പോകണത് കേട്ടോ. ഉദയിച്ചു ബേബിക്ക് ഡ്രസ്സ് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ചുച്ചുക്കുട്ടിക്കും അതേപോലത്തെ ഡ്രസ്സ് തന്നെയാണ് ഇടുന്നത്. ഇപ്പോൾ ഇത് യൂണിഫോം പോലെ എങ്ങോട്ട് പോവാണെങ്കിലും പെട്ടെന്ന് ഈ ഡ്രസ്സ് കിട്ടും, അതങ്ങോട്ട് ഇട്ട് കൊടുക്കുക. എന്നിട്ട് അമ്മ നോക്കിയിട്ട് പറയണ്ടായിരുന്നു ഏത് സമയം വീഡിയോയിൽ ആ കുട്ടിക്ക് ആ ഡ്രസ്സുള്ളൂ, വേറെ ഡ്രസ്സ് എടുത്തു കൊടുത്തൂടെ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ നമ്മൾ എങ്ങോട്ട് പോകണം? അമ്മാൻ്റെ വീട്ടിലേക്ക് നോമ്പ് തുറക്കാം. ഇച്ചു ബേബിനെ കാണുന്നില്ലല്ലോ. ഇച്ചു ബേബി ഇപ്പുറത്ത് നിൽക്കടി, കാണുന്നില്ല.
ശരി പോവാന്ന സമയം അത്ര 6 മണിയായി അരമണിക്കൂർ വീഡിയോ ആ like and subscribe and share. Comment heart ഇട്ടാ മതി. ആ വേറെ എന്തെങ്കിലും ഇട്ടോ നീ തല്ലോ തല്ലണ പോലെയാണോ അല്ല ഇച്ചു ബേബി തല്ലണ പോലെയാണല്ലോ പറയുന്നത് ഇച്ചു ബേബിയിൽ പുതിയ കമ്മല് കണ്ടോ സാഡുണ്ടല്ലോ സാധിട്ട് നീ എന്ത് ചെയ്യും എന്താ അധികാരം എന്തൊക്കെ ഇമോജി ഇടണം ഇവര് പറയുന്നത് അതാ ബാക്കിലേക്ക് നമ്മളെ താത്താട്ടാ ഞങ്ങൾ എല്ലാരും കൂടി നോമ്പ് തുറക്കാന് പോവാണ് സെയിം ആണ് കുറച്ചൊക്കെ പ്രിന്റ് അങ്ങനെ നമ്മൾ എല്ലാവരും കൂടെ വലിയൊരു ഓട്ടോ പിടിച്ചു എല്ലാവരും കൂടെ കുത്തിത്തിരി അതിലേക്ക് കയറി ഓട്ടോയിലാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് പിന്നെ ഇതേ അവിടെ എത്തിയിട്ടുണ്ട് നമ്മളെയും കാത്ത് കുട്ടികളിങ്ങനെ പുറത്ത് നിൽക്കുന്നുണ്ടായിരുന്നു സയൊക്കെ താത്തയും കൂടെ ഉണ്ട് കേട്ടോ നമ്മുടെ കൂടെ താത്താക്ക് എപ്പോഴാണോ വീഡിയോയിൽ കാണിക്കാൻ താല്പര്യം വരുന്നത് ഞാൻ അപ്പോൾ കാണിക്കാമെന്ന് വിചാരിച്ചിട്ട് പറയായിരുന്നു അപ്പോൾ ഇപ്പോൾ റെഡി ആയിട്ടുണ്ട് കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞു പിന്നെ നമ്മൾ നേരെ കിച്ചണിലേക്ക് കയറി എന്തൊക്കെയാണ് റെഡിയാക്കി വെച്ചിരിക്കുന്നതെന്ന് പറഞ്ഞിട്ട് നോക്കിയായിരുന്നു കേട്ടോ കുറേ ഫ്രൂട്ട്സും കുറേ കടികളും ഒക്കെ ആയിട്ട് ഉണ്ടായിരുന്നു പിന്നെ എനിക്ക് ഇഷ്ടപ്പെട്ടൊരു സംഭവം കൂടെ ഞാൻ അമ്മത്തെ ഇങ്ങനെ പറഞ്ഞാണ് ബിരിയാണിയൊക്കെ വെക്കുമോ ഫ്രൂട്ട് സലാഡൊക്കെ വെക്കുമോ എങ്കിൽ ഞാൻ വരാമെന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ വെറുതെ പറഞ്ഞാണ് അങ്ങനെ പക്ഷേ ഞാൻ എന്തൊക്കെയാണോ ചോദിച്ചത് അതൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അമ്മ ഷാഫ കിച്ചണിൽ ജ്യൂസ് അടിക്കുന്നുണ്ടായിരുന്നു പിന്നെ ഷിബില ദേ സ്വീറ്റ്സൊക്കെ ഉണ്ടാക്കിയിട്ട് മുകളിൽ പോയിരിക്കുകയാണെന്ന് പറഞ്ഞു അപ്പോൾ നമ്മൾ വന്ന ഉടനെ തന്നെ ടേബിളിൽ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് ബാക്കി എല്ലാ സാധനങ്ങളും വാങ്ങിച്ചതാണ് കേട്ടോ ബിരിയാണിയും വാങ്ങിച്ചതാണ് ആമ്പൂർ ബിരിയാണിയാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അധികം മസാലയൊന്നും ഉണ്ടാവില്ല പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ടാവും അങ്ങനെ നമുക്ക് വേണ്ടിയിട്ട് സംഭവബഹുലമായിട്ടുള്ള നോമ്പ് തുറ അന്ന് അവിടെ സെറ്റാക്കിയിട്ടുണ്ട് സോ കുട്ടികളെല്ലാവരും ഹാപ്പി ഞാൻ പോയത് കണ്ടപ്പോൾ ഞാൻ അധികം എങ്ങോട്ടും പോവാറില്ല അപ്പോൾ അപൂർവമായിട്ടേ കാണാറുള്ളൂ അപ്പോൾ കുട്ടികളൊക്കെ ഭയങ്കര ഹാപ്പി ആയിരുന്നു എല്ലാവരും ഹാപ്പി ആയിരുന്നു അങ്ങനെ ടേബിളൊക്കെ നിറച്ചു അൽഹംദുലില്ലാ പിന്നെന്താ പറയുക പിന്നെ ഇതേ നമ്മുടെ അവിടുത്തെ കുട്ടിപ്പട്ടാളങ്ങളൊക്കെ ഹാളിൽ ഇതുപോലെ അവർക്ക് ഒരു ഷീറ്റും പായയും വിരിച്ചു കൊടുത്ത് അവരിനൊക്കെ അവിടെ സെറ്റിൽഡ് ആക്കാനാണ് പ്ലാന് അല്ലാന്നുണ്ടെങ്കിൽ ടേബിളിൽ എല്ലാവരും കൂടെ കുത്തി നിറച്ചിട്ട് സ്ഥലം ഉണ്ടാവില്ല അല്ലെങ്കിലും ഉണ്ടാവില്ല കേട്ടോ ആകെ 8 സീറ്ററോ എന്തോ അല്ലേ നമ്മൾ അംഗം കൂടുതലല്ലേ അപ്പോൾ മക്കളെ എല്ലാവരും അവരിങ്ങനെ ഹാളിൽ സെറ്റാക്കി പിന്നെ ഒരു സംഭവം കാണിച്ചു തരാം കേട്ടോ ഈ പാത്രങ്ങളൊക്കെ വാങ്ങി വെക്കുന്ന ഒരു പ്രാന്ത് പണ്ട് മുതലേ ഞാൻ കാണുന്നതാണ് എൻ്റെ അമ്മാൻ്റെ ആണ് കണ്ടില്ലേ കുറേ പാത്രങ്ങളുണ്ടാവും പക്ഷേ അപ്പം ഞാൻ ചീത്ത പറയായിരുന്നു ഇപ്പോൾ നോക്കിയപ്പോൾ എനിക്കും അങ്ങനത്തെ ഒരു പ്രൊഫഷൻ ചൂസ് ചെയ്യേണ്ടി വന്നു ഞാനും അതുപോലെ ആയി എന്ന് പറയായിരുന്നു പിന്നെ അതേ ജ്യൂസൊക്കെ ആക്കാനുള്ള ഗ്ലാസ് കാര്യങ്ങളൊക്കെ അവരിങ്ങനെ സെറ്റാക്കുന്നുണ്ട് അങ്ങനെ ബാങ്ക് കൊടുത്തു നോമ്പ് തുറക്കലും കാര്യങ്ങളും ഒക്കെ ആയി അൽഹംദുലില്ലാ അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയും വിശേഷങ്ങളും ഒക്കെ ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ മറ്റൊരു വീഡിയോയിൽ കാണുന്നവർ ഇൻഷാല്ലാ ബൈ ബൈ ടേക്ക് കെയർ അസ്സലാമു അലൈക്കും